السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധമായ വിർദുൽ ലത്തീഫിന്റെ അതിമഹത്തായ ദിക്റുകളുടെ മഹാത്മകളെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദിക്റുകൾ വിർദുൽ ലത്തീഫിന്റെ സമാഹാരം, അത് വളരെ എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാകുന്ന ഒരു ചെറിയ ദിക്റുകളുടെ സമാഹാരമാണ്. അത് കഴിയുന്നതും എല്ലാവരും അത് വാങ്ങി ശേഖരിച്ച് അത് രാവിലെയും വൈകുന്നേരവും പരമാവധി പാരായണം ചെയ്താൽ ഒരുപാട് മഹത്വങ്ങളാണ്. ഖുർആനിലും ഹദീസിലും വന്ന ആയത്തുകളും ഹദീസുകളിൽ വന്ന ദിക്റുകളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ വിർദുൽ ലത്തീഫിലുള്ളത്. അതിലെ ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഒരു ദിക്ർ. അതിന്റെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, عن يزيد بن أبي حبيب بن الحارث بن يعقوب أن يعقوب بن عبد الله حدثه. يعقوب بن عبد الله എന്ന് പറയുന്ന മഹാൻ പറയുന്നു, أنه سمع بصر بن سعيد يقول. ബുസ്ർ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ആകുന്ന മഹാൻ പറയുന്നത് ഞാൻ കേട്ടു. സമയത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഖൂലു സമയത്ത് ഖൗല ബിൻത് ഹക്കീം അസ്-സുലമിയ്യ തഖൂലു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖൗല ബിൻത് ഹക്കീം അസ്-സുലമി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു അവിടുന്ന് പറയുന്നതായിട്ട്, മൻ നസല മൻസിലൻ ثم قال أعوذ بكلمات الله التامات من شر ما خلق لم يضره شيء حتى يرتحل من منزله ذلك. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. വല്ലവനും ഒരു സ്ഥലത്ത് ഇറങ്ങി, എന്നിട്ട് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് സുമ്മ കാല അവൻ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ദിക്ർ ഒരാൾ പറഞ്ഞാൽ, ലം യദുറുഹു ഷൈഉൻ, അവന് ഒരു സാധനത്തിന്റെ ഉപദ്രവം അവനെ ഏൽക്കുകയില്ല. ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അവിടെ നിന്ന് അവൻ പുറപ്പെടുന്നതുവരെയും. അപ്പോൾ എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? വളരെ വിശാലമായ അർത്ഥമാണല്ലോ. പടച്ചവനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പരിപൂർണമായ എല്ലാ കലിമത്തുകളെ കൊണ്ടും, അള്ളാഹുവിന്റെ അതിമഹത്തായ പരിപൂർണതയെത്തിച്ച എല്ലാ കലിമത്തുകളെ കൊണ്ടും ഞാൻ കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച സർവ്വ വസ്തുക്കളുടെ ശരീരനെ തൊട്ടും, അതിലെല്ലാം പെട്ടു എല്ലാ വസ്തുക്കളുടെ ശരീരനെ തൊട്ടും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് യാതൊരുവിധ ഉപദ്രവവും ആ സ്ഥലത്ത് നിന്ന് അവനുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന്നഹു ഖാൽ ജാഅ റജുലുൻ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. ഒരു മനുഷ്യൻ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, മാ ലഖീതു മിൻ അഖറബിൻ ലദഗതനിൽ ബാരിഹ. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തി, അത് കാരണം ഒരുപാട് വേദന ഞാൻ അനുഭവിച്ചു. ഖാല, അത് കേട്ടപ്പോൾ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ലൗ ഖുൽത ഹീന അംസൈത, വൈകുന്നേരമായ നീ പറഞ്ഞിരുന്നുവെങ്കിൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ നീ പറഞ്ഞിരുന്നുവെങ്കിൽ, ലം തദുറുക, നിന്നെ ഒരു സാധനവും ഉപദ്രവിക്കുമായിരുന്നില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു സഹീഹിൽ, അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പറയപ്പെടുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞു. ഈ രാവിലെയും വൈകുന്നേരവും അഥവാ സബാഹ് മസാഹ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? പല അഭിപ്രായങ്ങളും ആ വിഷയത്തെക്കുറിച്ചുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു
സബാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ അവ്വലിൻ നഹാരി ഇലാ തുലൂഇ ശംസ്, ഫജ്റു സാദിഖ് മുതൽക്ക് സൂര്യൻ ഉദിക്കുന്ന സമയം വരെയും ഉള്ള സമയത്തിനാണ് സബാഹ് എന്ന് പറയുക എന്നും, വഅന്നൽ മസാഅ മിൻ അവ്വലിൽ ലൈലി ഇലാ മുൻതസിഫിൽ ലൈൽ, മസാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്രിബ് മുതൽക്ക് അർദ്ധരാത്രി വരെ എന്നുമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയില് ഈ സബാഹ് മസാഇന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയം മറ്റഭിപ്രായങ്ങളും ഉണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ സഹീഹുൽ ബുഖാരിയുടെ ശറഹ് എഴുതിയ മഹാനാണല്ലോ. അദ്ദേഹം പറഞ്ഞ അർത്ഥം അതാണ്. സബാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബഹി മുതൽ അഥവാ ഫജ്റു സാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നവരെ ഉള്ള സമയവും, പിന്നെ മസാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഗ്രിബ് മുതൽക്ക് അർദ്ധരാത്രി വരെയുമുള്ള ആ സമയം, അതിനൊക്കെ മസാ എന്നും പറയും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോൾ സബാഹിലും മസാഹിലും ഒരാൾ ഈ ദിക്ർ പറഞ്ഞു, അഥവാ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഒരു ദിക്ർ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലം യദുറുഹു ശൈഉൻ ഹത്താ അവന് യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു. ഇന്നലെ രാത്രി നീ അത് പറയുകയായിരുന്നെങ്കിൽ നിന്നെ ആ തേളിന്റെ വിഷം നിന്നെ ബാധിക്കുമായിരുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, قال النبي صلى الله عليه وسلم من قال إذا أمسى 3 مرات أعوذ بكلمات الله التامات من شر ما خلق لم تضره حمة تلك الليلة. ഒരു മനുഷ്യനെങ്ങാനും അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ഒരാൾ വൈകുന്നേരമായാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈലത്തിൽ അവന് യാതൊരുവിധ വിഷവും ബാധിക്കുകയില്ല. ഹുമ എന്ന് പറഞ്ഞാൽ വിഷം എന്നർത്ഥം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ വീട്ടുകാരൊക്കെയും അതിനെ വളരെ നന്നായി പഠിക്കുകയും അതിനെ പാഠമാക്കുകയും ചൊല്ലുകയും ചെയ്യാറുണ്ട്. വകാനൂ യഖൂലൂനഹ, അങ്ങനെ ഇരിക്കെ ഫലദിഖത് ജാരിയത്തു മിൻഹും, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചു കുട്ടിയെ തേള് കടിച്ചു. ഫലം തജിദ് ലഹാ വജഅഹ്, ഒരു വിഷജീവി ആ കുട്ടിയെ കടിച്ചപ്പോൾ അവൾക്ക് യാതൊരുവിധ വേദനയും അനുഭവപ്പെട്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോൾ ഈ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ആ ദിക്റിന്റെ ബഹുമാനമാണത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ ക്രോഡീകരിച്ച മറ്റൊരു അദ്കാറുകളുടെ സമാഹാരമാണല്ലോ റാത്തീബ്, ഹദ്ദാദ് റാത്തീബ്. അതിലും ഈ ദിക്ർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് അത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും 3 പ്രാവശ്യം ആ ദിക്ർ പറയുക. അതിനുശേഷമുള്ള മറ്റൊരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന മഹത്തായ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, വല്ലവനും സുബഹി സമയം അഥവാ പ്രഭാത സമയവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ എന്ന് പറഞ്ഞു വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലം തുസിബുഹു ഫീ യൗമിഹി ഫുജ്അത്തു ബലാഇൻ, പെടുന്നതിനെയുള്ള ഒരു ബലാവും ഒരു മുസീബത്തും ഒരു ആപത്തും അവനെ ബാധിക്കുകയില്ല. വമൻ ഖാലഹാ ഹീന യുംസിയ ലം തുസിബുഹു ഫുജ്അത്തു ബലാഇൻ ഫീ ലൈലത്തിഹി, രാത്രിയിൽ അഥവാ മസായിൽ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രിയിലും അവന് യാതൊരുവിധ വിഷമവും ഒരു മുസീബത്തും അവനെ ബാധിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ദിക്റുകളുടെ മഹാത്മ്യത അടുത്ത ദിവസങ്ങൾ നമുക്ക് പറയാം.
പറഞ്ഞതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.